എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ്, വൈൽഡ് സ്റ്റോൺ എഡ്ജ്. ഞാൻ റീസെന്റ് മേടിച്ചിട്ടുള്ള പെർഫ്യൂമിൽ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്നുള്ളത്. ഭയങ്കര ചീപ്പ് പ്രൈസിനാണ് ഞാൻ ഈ പെർഫ്യൂം മേടിച്ചത്. ബട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ദ പ്രൈസ്. ഇത് കില്ലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, അതിലൊരു സംശയവും വേണ്ട. സോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം ഈ ഒരു പെർഫ്യൂം ഒരു ടോപ്പ് എൻഡ് ബ്രാൻഡ് ഒരു പെർഫ്യൂമായിട്ട് നല്ലൊരു സിമിലാരിറ്റി ശരിക്കും ഉണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ക്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വർത്ത് ഫോർ മണി ആയിട്ടുള്ള പെർഫ്യൂമാണ്. സ്പെഷ്യലി കോളേജിൽ പോണവർ അല്ലെങ്കിൽ സ്കൂളിൽ പോണവർ, കാരണം ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 400 താഴെ വരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ പെർഫ്യൂം ഞാൻ ബെസ്റ്റ് ആണ് പറയാനുള്ള ഒരു കാരണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പെർഫ്യൂം, അതായത് ചീപ്പ് പെർഫ്യൂം എന്ന കണത്തിൽ ഇതിനെ പെടുത്താം. എന്നാൽ ഇതൊരു ടോപ്പ് ആൻഡ് ഡിസൈനർ പെർഫ്യൂമിന്റെ ക്ലോൺ കൂടിയാണ്. ഇതിന്റെ ഒരു ക്ലോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പാക്കോ റബാന്റെ ഇൻവിക്ടസ് ആണ്. പാക്കോ റബാൻ ഇൻവിക്ടസും വൈൽഡ് സ്റ്റോൺ എഡ്ജും ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി രണ്ടിന്റെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഭയങ്കര അന്തരമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഫോർ ദ പ്രൈസ് ഇത് ഡബിൾ ഓക്കെയാണ്, അതിലൊരു സംശയം വേണ്ട. ശരിക്കും ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പാക്കോ റബാൻ ഇൻവിക്ടസ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ പാക്കോ റബാൻ ഇൻവിക്ടസ് ആയിട്ടുള്ള ഇതിന്റെ സിമിലാരിറ്റി വളരെയധികം തന്നെ ഉണ്ട്. പെർഫ്യൂമിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. പെർഫ്യൂം നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, ഒരു മറൈൻ, അക്വാറ്റിക്, ഒരു ഫ്രഷ്, ഒരു ലെമൺ വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സ്വീറ്റ്, ഒരു ഫ്രൂട്ടി, ഒരു സിട്രസി ഒരു വൈബ്. എനിക്ക് പിന്നെ എടുത്തു പറയാനായിട്ട് തോന്നുന്ന മറ്റൊരു ഘടകം ഇതിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം പുലിയാണ്. കാരണം ഇത് ജസ്റ്റ് നമ്മൾ സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 to 8 hours ഈസി ആയിട്ട് കിട്ടും. അതായത് നമ്മളിത് ക്ലോത്തിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 8 to 10 hours ഇതിന് ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. ഈ പെർഫ്യൂം ശരിക്കും പറഞ്ഞാൽ ഒരു ഡെയിലി യൂസ് പെർഫ്യൂമിന്റെ ഗണത്തിലാണ് ഞാനത് പെടുത്തിയിട്ടുള്ളത്. കാരണം ഇതിന്റെ പ്രൈസ് വളരെ കുറവാണ്. കാഞ്ചമൂഞ്ച അടിച്ചാലും എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഈസി ആയിട്ട് ഞാൻ പറയും ഒരു 5 to 6 or 7 സ്പ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഒരു 6 hours ലോഞ്ചിവിറ്റി കിട്ടും, നല്ല സ്മെല്ല് കിട്ടും. കോംപ്ലിമെന്റ് ഗെറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ല് നമുക്ക് കിട്ടും. നമ്മുടെ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് ഇത് തീർത്തും ഓക്കെ പെർഫ്യൂമാണ്. അപ്പൊ എല്ലാവരും ബഡ്ജറ്റ് തുടങ്ങുന്ന പെർഫ്യൂം കൂടിയാണ്. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിക്ടസ്, പാക്കോ റബാൻ ഇൻവിക്ടസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്രൂട്ടിനെസ്, ഒരു ബബിൾ ഗമ്മി ഒരു ഫ്ലേവർ ആണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ബട്ട് നമ്മൾ വൈൽഡ് സ്റ്റോൺ എഡ്ജ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോപ്പിനെസ്, അതായത് ഈ ലോ കോസ്റ്റ് പെർഫ്യൂമിനൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരു സോപ്പിനെസിന്റെ ഒരു ഫീൽ ഉണ്ടാവും. ഒരു മാംഗോ, ഒരു ഫ്രൂട്ട്നെസ് എന്ന് പറയാനായി ഒരു മാംഗോയിഷ് ഉള്ളൊരു സ്മെല്ലായിരിക്കും കൂടുതലെടുത്ത് കാണാം. അത് കുറച്ചധികം ഇതിനുണ്ട്. ബട്ട് ഇതൊക്കെ എന്തായാലും ശരി, ഈ പാക്കോ റബാൻ ഇൻവിക്ടസുമായിട്ട് ഇതിന് നല്ലൊരു സിമിലാരിറ്റി ഉണ്ട്. ഒരു സംവെയർ അതായിട്ടുള്ള ഒരു ക്ലോസ് ടു ഒരു സ്മെല്ല് ഇതിന് ഈ കമ്പനിക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ള വേറൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീപ്പ് പെർഫ്യൂമായിട്ട് ഇതിനെ നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ചീപ്പ് പെർഫ്യൂമിന്റെ ഒരു സ്മെല്ലല്ല, കുറച്ചൊരു ക്ലാസി, ഒരു പ്രീമിയം സ്മെല്ല് ഈ പെർഫ്യൂം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഇതൊരു ബെസ്റ്റ് ബൈ ആയിട്ട് ഞാൻ പറയുന്നത്. സോ എല്ലാവർക്കും ഈ പെർഫ്യൂം മേടിക്കാവുന്നതാണ്. ഇനിയും ഫാഷനും സ്റ്റൈലും ഒക്കെ അടങ്ങുന്ന പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റാർ.